എടാ അപ്പു, നിന്നെ വിളിച്ചത്. ഓ, എവിടെ പോയി കിടക്കണാണാവോ? ഓ, ഇതിലൊരു പണ്ടാറില്ലേനും. ദാണ്ട കിടക്കണോ? ഉണ്ട്, ഇതിനകത്ത് തന്നെയാണല്ലോ വെച്ചിരുന്നത്. എടാ അപ്പോ, അപ്പോ, ആ ഡാ, അതിനകത്ത് വെച്ച പൈസ ആരാ എടുത്ത്? ഞാനെടുത്തില്ല. പിന്നെ ആരാ എടുത്തതെന്നാ ചോദിച്ചത്? എനിക്കറിയില്ല. അറിയാതെ പിന്നെ ആരാടെ എടുത്തതാ പൈസ? എടാ മോനെ, പോയിട്ടേ ഒരു ഓലക്കെട്ട് വാങ്ങിട്ട് ഓടി വാ. വേഗം വരണട്ടോ. എന്റെ ദൈവമേ, ഇനി എന്നാ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കൃഷ്ണ. ഇതൊക്കെ കഴുകി വെച്ചിട്ട് പോയിക്കൂടെ അവർക്ക്? എന്താടാ? അച്ഛമ്മേന്ന് പരീക്ഷ ഫീസ് അടക്കേണ്ട അവസാന തീയതിയാ. ഓ പിന്നെ, നീ കളക്ടറിന് പഠിക്കല്ലേ? കടന്നു പൊക്ക എന്റെ മുന്നീന്ന്. നിന്റെ ജോലിക്കാരി തള്ള പോണതിന് മുമ്പ് ചോദിക്കാൻ പാടില്ലായിരുന്നു? അമ്മയുടെ കയ്യില് പൈസ ഇല്ല. അച്ഛനെന്നല്ല മരുന്ന് വാങ്ങിയില്ലേ? പിന്നെ എന്റെ കയ്യിലല്ലേ കുട്ടകൻ നിറച്ചു വെച്ചിരിക്കുന്നുണ്ട്. അവന്റെ ഒരു പൈസ ഇല്ലായ്മ. ഓ, ഇപ്രാവശ്യത്തെ റേഷനരി ഒരു മാസം വേവിച്ചാലും വേവാത്ത അരിയാ. എന്തായിയാണാവോ? ഓ, ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന നേരത്തെ വല്ല ഹോട്ടലിലും പറഞ്ഞയച്ചിരിക്കുകയാണെങ്കിലേ വയറ് നിറച്ച് തിന്നാൻ ചെയ്യാം, കൈ നിറയെ കാശും കിട്ടും. അതിനെങ്ങനെയാ 10ാം ക്ലാസ്സുകാരിക്ക് മക്കളെ പഠിപ്പിച്ച് കളക്ടറാക്കണം എന്നാ വിചാരം? നക്കുപ്പിന് ഗതിയൊട്ട് ഇല്ലേനും നരകങ്ങള്. ഈ അച്ഛമ്മക്ക് എപ്പോ നോക്കിയാലും ഹോട്ടൽ പണി ഇച്ചുപുത്രം കാര്യം മാത്രം അറിയൂ. വേണ്ട സമയായി. ഒരു മുറുക്കാൻ. മണിയേ, ഇജ്ജെപ്പോ എത്തി? 2 ദിവസമായിക്ക. അല്ല, ഇങ്ങക്ക് ഇപ്പൊ എങ്ങനെ മനസ്സിലായ ഞാനാന്ന്? കാലം കുറെ ആയില്ലേ മണിയേ. ഇജ്ജൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും കാൽപെരുമാറ്റം കേട്ടാൽ എനിക്കറിയാം അതാരാണെന്ന്. നമുക്ക് മിഠായി വേണ്ടേ? നിന്റെ അടുത്ത് എത്ര രൂപ ഉണ്ട്? 2 രൂപയുണ്ട്. കാക്കു, എനിക്കൊരു മിഠായി. എനിക്കൊരു കടല മിഠായി കൂടി. എനിക്കൊരു പെൻസിലും കൂടി. ധൃതി വെക്കല്ല മക്കളെ, നിക്ക് എല്ലാവർക്കും തരാം.
മണിയെ ആ ഇതേക്കാ ശരിക്കാ. ആ ആ ആ ഇന്നെവിടെ നിന്റെ വാലുകളൊക്കെ? ഒരു സ്കൂൾ വിട്ട് നേരത്തെ പോയി. ഓ പിന്നെ കഷ്ടപ്പാടാടാ. പഴയ പോലെയൊക്കെ തന്നെയല്ല. ഏട്ടന് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമായിരുന്നു. അതുകൊണ്ട് ബിസ്ക്കറ്റ് കിട്ടിയില്ല. ഏട്ടൻ നാളെ കൊണ്ടുതരാട്ടോ. അമ്മ വിശക്കുന്നു. ദാ അപ്പു, എന്നാ റേഷൻ കടയിൽ പോയി അരി മേടിച്ചോണ്ടേ. അച്ഛമ്മേ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അയ്യോ, ഇത് കൊണ്ടത് പുഴുങ്ങിയിട്ട് വേണം വല്ലതും മിണുങ്ങാൻ. ചെല്ലടാ. ഓ, ഞെളിഞ്ഞങ്ങനെ ഇരുന്നാ മതിയല്ലോ പണ്ടാറടങ്ങാനായിട്ട്. റാഷിദേ, റാഷിദേ, ഓനെ ഒന്നും ചെയ്യല്ലേ. ഓനെ വിട്. ഓൻ നമ്മുടെ ഭാസ്കരന്റെ മോനാ. ഏത് ഭാസ്കരൻ? തെങ്ങേറ്റക്കാരൻ ഭാസ്കരൻ. തെങ്ങീന്ന് വീണ് കിടപ്പിലാകണവരെ ഈ നാട്ടുകാർക്ക് എന്തിനു ഏതിനു ഓനെ വേണമായിരുന്നു. ഇന്ന് ഓന്റെ കുടുംബം മുഴു പട്ടിണിയില്ല. നിങ്ങൾ ആരെങ്കിലും അറിയണുണ്ടോ അത്? പാവ അവൻ എന്നും ഇവിടെ വരും. നമ്മളെ കൊണ്ട് പറ്റണത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റാ. അത് ഞാൻ അവന് കൊടുക്കണതാ.